ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചൗവരി കൊണ്ടൊരു ഉപ്പുമാവ്. ചൗവരി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ സൈസിനുള്ള ചൗവരിയാണ്, ഈ വലുപ്പമുള്ള ചൗവരി കൊണ്ടാണ് ഞാൻ ചൗവരി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുതിർക്കാൻ വേണ്ടി ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്ത് തുടങ്ങാം. 5 മണിക്കൂറോളം കുതിർത്ത് വെച്ച നമ്മുടെ ചൗവരി റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് റെഡിയായോ പാകമായോ എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഞെക്കി നോക്കാം. ഇത് ഞെക്കുമ്പോൾ അത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് കുതിർന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ 2-3 മണിക്കൂറോടെ നമ്മൾ കുതിർക്കാൻ വെക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പീനട്ട് ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. വറുത്ത് വെച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിനകത്താക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് പീനട്ടുണ്ട്, അത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടതാണ്. അത് വളരെ കുറച്ച് മതി, ഒരു 2-3 സ്പൂൺ മാത്രം മതി. പിന്നെ വേണ്ടത് കുഞ്ഞ് ജീരകം, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറിയ നാരങ്ങ, പകുതി നാരങ്ങ മുറിച്ച് പിഴിഞ്ഞെടുത്തത്, കരിയാപ്പില, മല്ലിയില, ഒരു സവാള കൊത്തിയരിഞ്ഞത്, ഒരു പൊട്ടറ്റോ ചെറിയൊരെണ്ണം ചെറിയ സ്ലൈസ് ആക്കിയത്, പച്ചമുളക് 6-7 എണ്ണം എരിവിൻ്റെ അനുസരിച്ചിട്ട്, ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പാചകത്തിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 2-3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുത്തു. അതൊഴിച്ച് ചൂടായി വരുന്ന എണ്ണയിലോട്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ കപ്പലണ്ടി എല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നമുക്കത് കുറച്ച് കുക്കിംഗ് കുറച്ചാകുമ്പോൾ ഇത് ഇടേണ്ടതാണ്. ഇത് നമുക്ക് വറുത്തത് മാറ്റി വയ്ക്കാം. അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് ജീരകം, കുഞ്ഞ് ജീരകം. അത് കഴിഞ്ഞ് പൊട്ടറ്റോ ചെറുതായി മുറിച്ച് വെച്ചേക്കുന്നത് ഇടണം. ഈ പൊട്ടറ്റോ വെന്ത് കിട്ടണം നമുക്ക്. അതിനുവേണ്ടി ഒരു 3-4 മിനിറ്റ് നേരം ഞാൻ പൊട്ടറ്റോ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കുകയാണ്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ കുറച്ചൊന്ന് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഞാനൊരു 1-1.5 സ്പൂണിന് മേളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്ത് കൊടുക്കാം. പീനട്ട് ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ചൗവരി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയത് എടുക്കാം.
നമ്മുടെ ചൗവരി ഏതാണ്ട് ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇത് ആകുന്നതിൻ്റെ കണക്ക് നോക്കുന്നത് ഇതാ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. ഇതാ ഇങ്ങനെ കാണാൻ പറ്റും. വെള്ള കളറിലെ ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല, വളരെ ഒന്ന് രണ്ടൊക്കെ കാണുന്നുള്ളൂ. ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചൗവരി ഉപ്പുമാവിൻ്റെ പാചകം പൂർത്തിയായി എന്ന് പറയാം. അപ്പം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചൗവരി ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഇനി ലാസ്റ്റ് 2-3 ഐറ്റം ഇടാനുള്ളത്. ഇതിൽ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങാനീരും കപ്പലണ്ടിയും വറുത്ത് ആദ്യം വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നാരങ്ങാനീര് ഒഴിക്കുകയാണ്. ചേർത്തൊന്ന് ഇളക്കണം. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇടുക. ഇനി ഇതൊരു സെർവിംഗ് ബോളിലോട്ട് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. നമ്മുടെ ചൗവരി ഉപ്പുമാവ് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് മല്ലിയിലയും കൂടെ ഒന്ന് വിതറി നമുക്ക് എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും ഡിന്നർ ഐറ്റമെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ ഡിഷുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. Okay, thank you. Bye bye.